പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ഈശോയിലും പരിശുദ്ധമ്മയിലും പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം തന്നെ തിരുസഭ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ കൊർന്നേലിയസിന്റെയും വിശുദ്ധ തിമോത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. AD 250 ഫാബിയാൻ എന്ന മെത്രാന്റെ മാർപ്പാപ്പയുടെ മരണശേഷം 16 മാസത്തോളമാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ സമയത്ത് വലിയ ശക്തമായ മതപീഡനം കത്തോലിക്ക സഭയ്ക്കെതിരെ ശക്തമായ മതപീഡനമാണ്. AD 253 കൊർന്നേലിയസിനെ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. കൊർന്നേലിയസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ശേഷം ചക്രവർത്തി മരിക്കുകയും ചക്രവർത്തി മരണശേഷം വലിയ വസന്ത കോവിഡുള്ളവരെ വലിയ രോഗങ്ങളോട് പടർന്നു. വലിയ രോഗങ്ങൾ ജനങ്ങൾ ഒത്തിരി പേരെ മരിച്ചു. അപ്പോൾ അവിടെ ചക്രവർത്തി പറയുകയാണ്, നമുക്ക് മാർപ്പാപ്പയെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കൊന്ന് ദേവന് ബലിയർപ്പിക്കണം. അപ്പോൾ ഈ അസുഖങ്ങളാണ് പ്രിയമുള്ളവരെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറുന്നത് ചക്രവർത്തിയുടെ ക്രിസ്ത്യാനികളെല്ലാവരും കൊന്നെടുക്കുന്ന അതിമാറമായി കൊർന്നേലിയസിനെ ആദ്യം രക്തസാക്ഷികളായി. പ്രിയമുള്ളവരെ കർത്താവിന് വേണ്ടി സ്നേഹത്തെ പ്രതി, ഭൂമിയെ പ്രതി, വിശ്വാസത്തെ പ്രതി, എല്ലാത്തിനും വേണ്ടി ദൈവനാമത്തിൽ ശക്തമായിട്ട് രക്തസാക്ഷ്യം വഹിക്കുന്ന വലിയ വിശുദ്ധൻ നാം ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നത് പ്രകാരമാണ്: ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, നിങ്ങൾ വിലാപഗാനം ആരംഭിച്ചു, നിങ്ങൾ കരഞ്ഞില്ല. ഈ തലമുറ എന്തിനോട് അനുഭവിക്കാം? കർത്താവ് വന്നു, അവിടുന്ന് ഭക്ഷണം കഴിച്ചു, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ജീവിച്ചപ്പോൾ ജനം പറഞ്ഞു, ഇവൻ ഭക്ഷണപ്രിയനാണ്. സ്നാപയോഗ്യൻ വന്നു, ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം ധ്യാനം ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമാദ്യമാണ്. അങ്ങനെ പല രീതിയിലൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. ഈശോ പറയുന്നത് ജ്ഞാനം അത് മനുഷ്യന് സ്വീകരിക്കുമ്പോഴാണ് വ്യക്തമാകുന്നത്. നമ്മൾ യഥാർത്ഥമായ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയുന്നത് ദൈവത്തെ, സഹോദരന്മാരെല്ലാവരും സ്നേഹത്തോടെ, പരിശുദ്ധിയോടെ, ജ്ഞാനത്തിൻ്റെയും എല്ലാത്തിലും പൂർണ്ണമായ ദൈവത്തെ ആരാധിക്കും. എന്നാൽ പിതാവിൻ്റെ ഈ സുദിനത്തിലെ നവീന ദിവസത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിപൂർണമായി സമർപ്പിക്കുക. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നിശാന്ത് പ്രത്യേകമാവിനും ബെറ്റീന നിശാന്ത് ബാബു, ബെറ്റീന നിശാന്ത് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും നിവിന ട്രേസി ജോണിനെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകം ഈ ബലിയിൽ വളനാട് ത്രേസ്യ കുടുംബത്തെ പ്രത്യേകമാവിധം, വളനാട്ട് ജെയിംസ് കുടുംബാംഗങ്ങളെ, അതുപോലെ മറുപടിഞ്ഞു മരിക്കുന്ന എല്ലാവരും ഓർക്കാം. വളനാട്ട് ദേവസി പരേതാത്മാക്കൾ, ടിറ്റോ സ്കറിയ, അതുപോലെ ലിനറ്റ് ടിറ്റോ, ത്രേസ്യ ടിറ്റോ, നവീൻ കുടുംബാംഗങ്ങൾ, കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ശരത്, ജീവ, അനു, ജസ്മ, പ്രത്യേക പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ചേർത്ത് വെച്ചുകൊണ്ട് പോൾ, റീത്ത, ജോസ്, സ്വീവർ, പലപ്പോൾ ആന്റണി, അമ്മണി, കൈതവേലിക്കത്ത്, പിന്നെ സ്റ്റീവൻ, ഡാനിയൽ, മാത്യു മണപ്പറമ്പ്, ജോയി പ്രാർത്ഥിക്കൽ, അതുപോലെ ജസ്റ്റിൻ, ദീപ, ജമീന, എലിസബത്ത്, ജോസഫ്, ആൻഡ്രോയ് ഗാർവി, അക്ഷയ് സെബാസ്റ്റ്യൻ, ബിജുവില്ല, അന്ന കത്തറഫേലിയ, റിജോ ഷാർവിൻ, ഡോസ് ജേക്കബ്, സീന ലില്ലി, ജോസഫ് റിക് ഐറിൻ, വർഗീസ് ട്രീസ, ജോസഫ് ജോർജ്, ആൻഡോ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ ബെറം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ മിന്നു പോൾ, ഡോക്ടർ ജോസഫിയുടെ എല്ലാ നിയോഗങ്ങളും സമയപ്പോഴുള്ള ഒരു നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന സമയം ആവശ്യത്തിന് എല്ലാവരും നോക്കാം, കരങ്ങൾ ഉപയോഗിക്കും. നമ്മുടെ കുടുംബത്തെ എല്ലാവരെയും, പ്രത്യേകിച്ച് കോവിഡ് എന്ന രോഗത്തിൽ നമുക്ക് സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച്, നമ്മുടെ എല്ലാ മേഖലകളും സമർപ്പിച്ച് കാര്യങ്ങൾ ഉപയോഗിക്കും. ഈ ബലിയർപ്പിക്കാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കാം. അത് ഒരുമിച്ചേറ്റുമില്ല സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും പ്രവൃത്തിയാലും യേശുവാണ് ഞാൻ വളരെയേറെ ചെയ്തു. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകെ ഇതിനെയായി വിശുദ്ധ അറിയുന്നതോടും
എല്ലാ മാലാഖമാരും വിശുദ്ധരും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവങ്ങളിലെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുവാനാകട്ടെ. ആമേൻ. വിശുദ്ധനായ കൊർന്നേലിയസിന്റെയും സുപ്രിയാന്റെയും രക്തസാക്ഷിത്വം വാങ്ങിയ ജനങ്ങൾക്ക് തീഷ്ണതയുള്ളവരെ നൽകിയും അവരുടെ മധ്യസ്ഥയാലും വിശുദ്ധ പിതാവിന്റെ കൃപയാലും വിശ്വാസത്താൽ സ്ഥിരപ്പെടുവാനും ഞങ്ങൾ ശക്തരായ തീരുമാനം സഭയ്ക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും ജീവിക്കുവാനും അനുഗ്രഹിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സഹോദരി, ഉത്കൃഷ്ടഗാനങ്ങൾ തീക്ഷ്ണമായി അന്വേഷിക്കുന്നു. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ച് എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുടങ്ങുന്ന ശൈലിയോ ചിലമ്പുന്ന കൈത്താളമാണ്. എനിക്ക് പ്രവചനങ്ങൾ ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനം മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായ സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമില്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ഗ്രഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമമായ ദയയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, അത് പ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം ഇഷ്ടപ്പെടുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതി സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദപ്പെടുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലത്തിൻ്റെയും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അനുജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകുന്നു, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോധിക്കും. നമ്മുടെ അറിവും പ്രവചനം അപൂർണമാണ്. പൂർണ്ണമായവ ഒരിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നു, ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തിയായപ്പോൾ ശിശുസംബന്ധമായവ ഞാൻ കൈവിടുന്നു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കുന്നു. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, എപ്പോഴാകട്ടെ ദൈവം എന്നെ അപൂർണമായി വരുന്നതുപോലെ ഞാൻ പൂർണ്ണമായവ അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. കർത്താവിന്റെ വചനം. പ്രചോദന സമയത്ത് കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കിന്നരം കൊണ്ട് കർത്താവ് സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണ വീട്ടി അവിടത്തേക്ക് കീർത്തനം ആരംഭിക്കുവിൻ. കർത്താവ് ഒരു പുതിയ കീർത്തനം ആരംഭിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായ തന്ത്രി കൊടുക്കുവിൻ. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവിന്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി തിരിഞ്ഞിരിക്കുന്നു. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനം അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത്തെയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ്
കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. യേശു ജനങ്ങളോട് ചെയ്തു, ഈ തലമുറയെ എന്തിനോട് ഭ്രമിക്കേണ്ടത്? അവരാരെയും പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊല്ലുമെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപകാലം ആരംഭിച്ചെങ്കിലും നിങ്ങൾ കഴിഞ്ഞില്ല എന്ന ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് അവർ. എന്നാൽ യോഗനാൽ അപ്പം ഭക്ഷിക്കാത്തവരും വീഞ്ഞു കുടിക്കാത്തവരുമായി അവർ പിശാചുമാതിരിയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി അപ്പോഴിതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യരെന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ രക്തസാക്ഷികളായ വിശുദ്ധ കൊർന്നേലിയോസിന്റെയും സുപ്രിയാന്റെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് അങ്ങേ ജനത്തിന്റെ കാണിക്കകളെന്ന് സ്വീകരിക്കുകയും വിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥയാൽ അങ്ങയുടെ മാധ്യസ്ഥ്യവും കൃപയും സമൃദ്ധമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ.
സ്നേഹിക്കുവാൻ ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തതെന്നു ജീവന്റെ അപ്പവും രക്ഷയുടെ പാല മാത്രം ഞങ്ങൾ നീക്കട്ടെ. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കിടുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ നയിച്ചത് കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭ ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ കർത്തനാൾമാരും അഭിമന്യ ജോസഫ് കളത്തിപ്പുറമിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർ വൈദിക സന്യാസികൾ അൽമാരുടെ സഭയിൽ സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തിക്കും. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ച എല്ലാവരും ജന്മദിനം ഓർക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നിമിത ട്രേസി ജോണി, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നിഷാദ് ബാബു, ബെറ്റീന ബാബുവിനെ മറ്റെല്ലാവരെയും പ്രത്യേകം ഒരു പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഓരോ കുടുംബങ്ങളെയും ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അങ്ങനെ ദൈവമാതാവായി പരിശുദ്ധ കന്യകാമറിയം, ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം, ഞാൻ സ്വർഗീയ മധ്യസ്ഥമായ ഔഷധനാണ്. ഇന്നത്തെ തിരുനാളുകാരനായ രക്തസാക്ഷിയുടെ കോർണേലിയസിനോടും വിശ്വസുപ്രിയാനും മറ്റെല്ലാ ആവശ്യത്തിനും വിദ്യയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ മഹിമയും ബഹുമതിയും എന്നും എന്നേക്കും. എല്ലാവരും എഴുന്നേറ്റത് കരങ്ങളിൽ പിടിച്ച് സ്വർഗസ്നായ പിതാവേ, സ്വർഗീയ പിതാവിനോട് ചേർത്തുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുചെയ്യുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണം. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണം. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹ പ്രദേശവും അങ്ങേ കരുണയെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി കാണിച്ചു ഞങ്ങളിപ്പോഴും പാപങ്ങൾ മോചിക്കുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തു. ഞങ്ങളെ പാപങ്ങളെ അങ്ങേ സഭയുടെ വിശ്വാസത്തെ അങ്ങേ തിരുമണമനുസരിച്ച് തിരുസഭയ്ക്ക് ഐക്യം ലഭിച്ചുകയാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ വേണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കാം.
എല്ലാം അങ്ങേ അനുകരിക്കുന്നത്. ഇതായി
ദൈവത്തിൻ തിരുസുതനേ തിരിച്ചറിയുന്ന അവിടുത്തെ സ്നേഹം തിരിച്ചറിയുന്ന
പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി പീഡകൾ സഹിച്ച വലിയ വിശുദ്ധരാണ് നമുക്കുള്ളത്. വിശുദ്ധ സെബസ്ത്യാനോസ് പ്രത്യേകിച്ച് രോഗപീഠകളിലും വസന്ത അതുപോലെ എല്ലാ പകർച്ചവ്യാധികളിലും നമ്മെ സൗഖ്യപ്പെടുത്താനൊക്കെ പ്രത്യേകം തിരിച്ചറിവ് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ സങ്കടങ്ങളിലും വേദനകളിലും വ്യാകുലങ്ങളിലൊക്കെ ഔഷപിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണീശോ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതാ ഈജിപ്തിന്റെ നഷ്ടത്തിലേക്കും ഇങ്ങനെ നീണ്ട യാത്രയാണ് യോഗ്യാലൊക്കെ പോകുന്നത്. എല്ലാ പ്രയാസങ്ങളുണ്ട്, കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്നത്. ഇങ്ങനെ ഔഷപിതാവ് മാതാവ് ഉണ്ണീശോ കുടുംബങ്ങൾക്കൊക്കെ മാതൃകയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങളൊക്കെ ആരാധിക്കും. നമുക്ക് വേണ്ടി കർത്താവിന് വേണ്ടി വഴിയൊരുക്കിയവൻ. അദ്ദേഹം വഴിയൊരുക്കുമ്പോൾ കണ്ട തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കുക. പ്രിയമുള്ളവരെ, ആ തെറ്റിന്റെ ചൂണ്ടിക്കാണിക്കലുമായിട്ട് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ശിരസ് പോലുമാണ് കുറിച്ച് മാറ്റപ്പെടുക. എങ്കിലും അതെല്ലാം കർത്താവിന് വേണ്ടി. എല്ലാ സഹനങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ കുറ്റാരോപണങ്ങളും, എല്ലാ അസ്വസ്ഥതകളും നാം ഏറ്റെടുക്കണം. അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നീ കുറെ കൂടി അനുഗ്രഹിക്കപ്പെടുവാനും മഹത്വപൂർവമായി തീരുവാനും വേണ്ടിയാണ് കർത്താവ് ഓരോ ക്ലേശങ്ങളും, ഓരോ ബുദ്ധിമുട്ടുകളും, ഓരോ സങ്കടങ്ങളും, രോഗങ്ങളും എല്ലാം നമുക്ക് നൽകാം. കർത്താവെ, ഞങ്ങളെ ആരാധിക്കുന്നു. കരങ്ങളുയരട്ടെ, സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ, മാതാപിതാക്കളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, ഞങ്ങളുടെ സഹോദരന്മാരെ, രോഗികളെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, ഇതിന്റെ പ്രയാസങ്ങളെ കടന്നുപോകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവേ, പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ ഈശോയ്ക്ക് പരസ്പരം ഈശോ ഈശോ